പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എടാ എസ്തപ്പാനെ, ഇറങ്ങാറായില്ലേടാ? സാർ പറ സാറേ, എന്തായ കാര്യങ്ങൾ? അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ആ ബൈജുവിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഹൈ റേഞ്ചിലാ. അപ്പോൾ ഒന്ന് കാട് കയറേണ്ട വരില്ല സാറേ? അത് വേണം. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവിടെ ഒരാളുണ്ടാവും. അവിടുത്തെ സ്റ്റേഷൻ SI മനോജ്. ആളൊരു ശുദ്ധനാ. അത് കുഴപ്പമില്ല സാറേ, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എന്നെ മറക്കരുത്. സാറിന് എന്നെ അറിയാൻ പാടില്ലേ? അത് ഞാൻ വരുമ്പോഴത്തേനും റെഡി ആയിക്കോളാം. ശരി സാറേ. എന്നാ ശരി. ഞാൻ അവൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എവിടെയാ? ഹൈ റേഞ്ചാ. ഹൈ റേഞ്ചിലാവുമ്പോൾ അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? 2 ദിവസത്തേക്ക് പോകേണ്ട വരും. അവനെ വിളിച്ചിട്ടേ ആ വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ. എന്നാൽ നീ ചേച്ചിയോട് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കാം. ബെന്നി, നീ എത്ര പെട്ടെന്ന് വീട്ടിലേക്കൊരു വണ്ടിയായിട്ട് വന്നു. അതെ, നമുക്കൊരു യാത്രയുണ്ട് ഹൈ റേഞ്ചിലേക്കാണ്. 2 ദിവസം ഉണ്ടാവും. അപ്പോൾ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് പോവാ. ശരി. എടാ, 2 ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഈ കിടക്കുന്ന വണ്ടിയൊക്കെ പണി തീർത്ത് ഗോഡൗണിലേക്ക് മാറ്റിയിടും. നാളെ ഒരു ടീം നോക്കാൻ വരും. വിലയും കൊണ്ട് ഒക്കുവാണെങ്കിൽ കൊടുത്തേരെ. ബാക്കി ഞാൻ വന്നിട്ട് നോക്കിക്കോളാം. നീ ഇതെവിടെയായിരുന്നു? പെട്ടെന്ന് വണ്ടി കയറി. കൂട്ടത്തിലുള്ള തീർന്നു പോയിട്ട് 3 ആഴ്ചയായി. നിന്നോടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും സമയം കിട്ടിയായിരുന്നോ? ഇപ്പത്തെ ആ CI വേണ്ടി വന്നില്ലേ അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തരാൻ വേണ്ടി? അത് പോട്ടെ, അവൻ ആശുപത്രി കേസുമായിട്ട് കിടക്കുമല്ലായിരുന്നോ? അവന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇപ്പോഴും കരച്ചില്ല. സാറേ, കുറച്ച് നേരമായി. സാർ വിളിക്കോ? ഇല്ല. ജെയിൻ സാറായിട്ട് എങ്ങനെയാ? അതൊരു കൊടുക്കൽ വാങ്ങൽ സഹായം. സാറായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. നിങ്ങൾ ഈ പറഞ്ഞ കക്ഷിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവർ വലിയ കുഴപ്പക്കാരല്ല എന്നാലോ ഞാൻ അറിഞ്ഞത്. സാറ് പറയണ മാതിരി ഒന്നല്ല. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് സാറുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു ചെറുത് മതി. കണ്ടമാനം അടിക്കണ്ടെന്ന് പറയട്ടോ. എടാ, അടിച്ച് ചെയ്യരുത് കേട്ടോ. അതൊരു തീരുമാനം. നീ ഇതെവിടെയാണാ? വിളിച്ചിട്ട് കിട്ടണമല്ലോ. എത്ര ദിവസമായി? ഞാനിത്തിരി തിരക്കായിപ്പോയി. എന്താ കാര്യം? കാര്യം ഇച്ചിരി വലുതാ. ഞാനിപ്പോൾ ഹൈ റേഞ്ചിലാണ്. അവൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ബൈജുവിൻ്റെ. അതിന് നീ എന്തിനാ പോയത്? ആ പിള്ളേരെ വിട്ടുകൂടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഈ ചില്ലറ കാശിന് ഹൈ റേഞ്ച് കയറേണ്ട കാര്യമുള്ളൂ. വിട്ട് കളയടാ. നീ ഒന്ന് മനസ്സ് വെച്ചാ പോയതിൻ്റെ ഇരട്ടി ഒരാഴ്ച കൊണ്ടുണ്ടാക്കാം. ഇതങ്ങ് വിട്ടുകള. വെച്ചോ വെച്ചോ വെച്ചോ. കാശിന് വിലയില്ലാത്തവൻ പോയാലോ എടുത്തു. അണ്ണാച്ചി, എസ്തപ്പാൻ ഹൈ റേഞ്ചിലെത്തി. അത് നമുക്കിട്ടുള്ള പണിയാണ്. അണ്ണാച്ചിയും പിള്ളേരും ഒന്നുകൂടി കളത്തിലിറങ്ങണം. അവനെ തീർക്കണം. അല്ലെങ്കിൽ അവൻ നമ്മളെ തീർക്കും. അതാ ഏന. കവലപ്പെടാതെ നായിരിക്കലയാ.
എന്താ ഞാൻ കാര്യം? പറയാം, വാ. സ്തപ്പാൻ എന്താ പറ്റി? വല്ല കുഴപ്പമുണ്ടോ? സാർ ഒരു മിനിറ്റ്. ഇതെടി, ഏയ് ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം. അതെ, ചോറെടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞാൽ മതി. അതെ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഉം. ഡാ, എന്താണ് നീ കാണിച്ചേ? കൊച്ചിനെ നീ കാണിച്ചേ? ദേ കണ്ടില്ലേ കാണിച്ചിട്ടിരിക്കുന്നത്? അതിന് കൊച്ചിനെ തല്ലണോ നീ? വേറെ ചോറൊന്നുമില്ല എന്നെ കൊടുക്കാൻ. എന്നാടി ഇവിടെ? നീ കാണിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതെന്നാടി കാണിച്ചിട്ടാണ്? അയ്യോ, ഒന്നും ചെയ്യാൻ കാണിക്കണ കൊച്ചിനിട്ട്. എന്നതാടി നിനക്ക്? എന്നതാടി? എന്നതാടി നിനക്ക്? എന്നതാടി? അവിടെയെങ്കിലും ഇവിടെ വന്നേ പിന്നെ എന്നെയും കൊച്ചിനെ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ ഇവിടെ. ആവശ്യമില്ലടി. അയാൾക്കാണ് രണ്ടെണ്ണത്തിന് ഇവിടെ കിടക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുഴിച്ചാൽ കൂടും. എന്നോട് ഒരുത്തരം ചോദിക്കാൻ പറ്റില്ല. വേണ്ട, ഇത് മാറ്. മാറി കൈവിടും. എസ്തപ്പാനെ, നാളെ എങ്ങനെയാടാ? നാളെ പോ. എന്താ ലൂക്കോച്ചാ, എന്താ കാര്യം? അവൻ ആകെ വിഷമത്തില. നിങ്ങളാരും അറിയാത്തൊരു കഥയുണ്ട് അവന്. ഇത് ഏതാടാ ഈ കൊച്ച്? ഇവന്റെ അമ്മ മരിച്ചുപോയി. ഇവൻ വഴിയിലിരുന്ന് കരയുമായിരുന്നു. അപ്പൊ ഞാൻ ഇവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന. ഇനിയിപ്പോ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. ചേട്ടായി വരുമെന്ന് എനിക്കറിയായിരുന്നു. അമ്മയ്ക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? പിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി മോനെ. അത് പെങ്ങളാട്ടായി. എന്താണൊന്നും പറയാറുന്നത്? അപ്പം മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു അപ്പം ചേട്ടായിയെ മാറി എന്ന് കാണാറുണ്ടെന്നും കൂടപ്പുറപ്പായിട്ട് ആരും ഇല്ല എന്നും കൂടെ നിൽക്കണമെന്നും. പക്ഷേ ഞാൻ വന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചേട്ടായി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. എനിക്കിപ്പോൾ എല്ലാവരും ഉണ്ട്.
ഇതിപ്പോ ആരാടാ ചെയ്തത്? വേറെ ആരാടാ ഉണ്ടായിരുന്നത്? എവിടെ നീയായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിലല്ലേ? എന്നെ തീർത്തു എന്ന് കരുതി ഇവിടെ എല്ലാം തീർന്നു എന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ലടാ, തീരില്ല. ആദ്യം നീ. അപ്പം കഴിച്ചു. ആ ഞാനേ പാ ദേവിടാ. പറയടാ. ലോഡ് നാളെ എത്തും. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ പോയേരെ എന്തായി? അവനെ കിട്ടിയോ? നീ ഇനി ഇങ്ങോട്ട് വണ്ട. നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരുവാ. അപ്പോൾ നീയെല്ലാം അറിഞ്ഞു. നിനക്കിപ്പോൾ അമ്മയായി, അനിയനായി, കുടുംബമായി. നീ ഇവിടം വരെ ഓടിയെത്തിയാൽ നമ്മൾ തമ്മിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, കയ്യിലൊരു റീത്തുമായി. എവിടെ തെങ്കാശിക്കാരൻ അണ്ണാച്ചിയുടെ ബലത്തിലാണ് നീ മാത്രമേ തല തിളക്കണമെങ്കിൽ ചങ്കു പറിച്ചു തരാൻ നിൽക്കുന്ന കൂടപ്പുറപ്പുള്ളപ്പോ ഞാൻ എത്ര കണ്ട് തല തിളക്കണതാ? നിന്നെ തീർക്കാൻ ഞാൻ വേണ്ട, എന്നാലും ഞാൻ വരുവാ. നിന്നെ എനിക്ക് തന്നെ തീർക്കണം. ഉനക്കാക അവനല്ലടാ, ഞാൻ താൻ വരുവേ. അണ്ണാച്ചി, നീ എസ്തപ്പാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീയൊന്നും എൻ്റെ അപ്പനെ കണ്ടിട്ടില്ലല്ലോ. ഉങ്ക അപ്പ ആരടാ? കടവുള ആരാണെന്ന് നീ കാത്തിരുന്ന് കാണ. എന്റെ വീട്ടിലൊന്നും കിട്ടണല്ലേ? ഈ പൊടികാരി കഴിഞ്ഞ ഓരണത്തിൽ പറഞ്ഞ വെച്ചേക്കില്ല.